ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മൾ ചോദിച്ചേക്കുന്നത് 3240 ഫാക്ടേഴ്സിൻ്റെ സം എത്രയാണ് ചോദിച്ചേക്കുന്നത്. എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നല്ല ചോദിച്ചേക്കുന്നത്, സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 3240 എന്നാണോ ചോദിച്ചേക്കുന്നത്. അപ്പം അതിനെന്താ ചെയ്യണ്ടേ? അപ്പം നമ്മൾ ആദ്യം 3240 ഫാക്ടറൈസ് ചെയ്യണം. 3240 ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് 5 കൊണ്ട് വെട്ടാൻ പറ്റും. 5 കൊണ്ട് വെട്ടുമ്പം 5 6 വരും, 2 4 വരും, 8 വരും, 648. ഇവിടെ എന്താണ് 3 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പം 2 1 6, പിന്നെ 3 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പം 3 7 7 3 2 6, പിന്നെ 3 കൊണ്ട് വെട്ടാൻ പറ്റും. ഇപ്പം 3 2 6, 3 4 12, പിന്നെ 3 8 2 4. ഇപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത്. ഇതൊന്ന് ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ എന്താണ് 5⁻1 ഇൻറ്റു 1 2 3 4 3⁻4 2⁻3 വരും. ഇനി നമ്മളോട് നമ്പർ ഓഫ് ഫാക്ടേഴ്സാണ് ചോദിച്ചിരുന്നെങ്കിൽ ഈ മുകളിൽ കിടക്കുന്ന സംഭവമല്ലേ അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. അതായത് ഇത് 1 ഇൻറ്റു 4 ഇൻറ്റു 3 എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, സം ഓഫ് ദ ഫാക്ടേഴ്സ് ആണ്. സം ഓഫ് ദ ഫാക്ടേഴ്സ് ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ട, വേറെ ചെറിയൊരു സംഭവം കൂടി ചെയ്യണം. അതെങ്ങനെ നോക്കാം. അപ്പം സം ഓഫ് ദ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതായത് ഇതെല്ലാം കൂടെ സമ്മിൻ്റെ ടൈമിൽ എഴുതണം. അതായത് 5⁻1 എങ്ങനെ എഴുതാൻ പറ്റും, 5⁻0 പ്ലസ് 5⁻1, അത് ഇൻറ്റു 3⁻4 ഇങ്ങനെയാണ് 3⁻0 പ്ലസ് 3 പ്ലസ് അല്ല ഇൻറ്റു ആണ് 3⁻1 ഇൻറ്റു 3 പ്ലസ് കേട്ടോ 3⁻0 പ്ലസ് 3⁻1 പ്ലസ് 3⁻2 പ്ലസ് 3⁻3 പ്ലസ് 3⁻4 ഇൻറ്റു ബാക്കി എന്താണ് 2⁻3 ആണ്. 2⁻3 2⁻0 പ്ലസ് 2⁻1 പ്ലസ് 2⁻2 പ്ലസ് 2⁻3. അപ്പം ഇത് ചെയ്തെടുത്താൽ നമുക്ക് എന്താണ് സം ഓഫ് ദ ഫാക്ടേഴ്സ് കിട്ടും. അല്ല നമ്മൾ നമ്പർ ഓഫ് ദ ഫാക്ടേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്, ഇത് ചെയ്താൽ മതി. ഇനിയിപ്പോൾ എന്താണ് സിമ്പിളാണ്. ഇപ്പോൾ 5⁻1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5⁻1 എന്ന് പറയുക 5⁻0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. 1 പ്ലസ് 5⁻1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പം എന്താണ് 6 ആണ്. ഇവിടെ 6 വരും. 3⁻0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. 3 പ്ലസ് 9 പ്ലസ് 27 പ്ലസ് 3⁻4 81. അതുപോലെ ഇനി 2ൻ്റെ കൂടി ചെയ്യുമ്പോൾ ഇൻറ്റു 2⁻01 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 8 ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് 6 ഇൻറ്റു 12 13 ഇവിടെ 121 വരും, ഇൻറ്റു 15 വരും. അപ്പോൾ എത്രയാണ് നോക്കാം. ഇത് ചെയ്യുമ്പോൾ എത്ര 10,890 കിട്ടും. 10,890 ഓപ്ഷൻ എ ആണ്. 10,890 ഓപ്ഷൻ എ, ഇതാണ് ഉത്തരം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നോക്കേണ്ടത് സം ഓഫ് ദ ഫാക്ടർ ആണോ അതോ നമ്പർ ഓഫ് ദ ഫാക്ടർ ആണോ എന്ന് നോക്കണം. എന്നിട്ട് രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം സം ഓഫ് ദ ഫാക്ടർ ആണെങ്കിൽ എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടല്ലോ. ഇപ്പോൾ 5⁻1 ആണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് 5⁻0 പ്ലസ് 5⁻1 സ്പ്ലിറ്റ് ചെയ്യണം. അതായത് 3⁻4 ആണെങ്കിൽ അതിനെ 3⁻0 പ്ലസ് 3⁻1 പ്ലസ് 3⁻2 പ്ലസ് 3⁻3 പ്ലസ് 3⁻4 സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനിയല്ല നമ്പർ ഓഫ് ഫാക്ടേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത്
ഇവിടെ 1 ഇങ്ങനെയല്ല വരുന്നത്. നമ്പർ ഓഫ് ദ ഫാക്ടറാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ പവറില്ലേ, അതായത് ഈ 1, 4, 3 അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ 1 ആഡ് ചെയ്യണം. ഇപ്പോൾ 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം. 2 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 2 വരും. 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5 വരും. 3യുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 വരും. അപ്പം ഇത് ചെയ്യുമ്പോൾ മൊത്തം 40 മൾട്ടിപ്പിൾസാണ് മൊത്തം. ഈ 32, 40 മൊത്തം 40 മൾട്ടിപ്പിൾസാണ് ഉള്ളത്. അതായത് പ്രൈം ഫാക്ടേഴ്സ് ആക്കി കഴിഞ്ഞ് അതിൻ്റെ പവേഴ്സിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ 1 ആക്കിയിട്ട് അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മൾട്ടിപ്പിൾസാണ് കിട്ടുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. ഇത് രണ്ട് സംഭവമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആദ്യം വായിച്ച് നോക്കിയിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ. അപ്പം സമ്മെന്ന് കാണുമ്പോൾ നമുക്കറിയാമല്ലോ, അതെന്തായാലും ഇങ്ങനെ സമേഷൻ ഫോമിൽ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഓർത്തിരുന്നാൽ മതി. മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന കാര്യം മറന്നു പോവും. ഞാനിപ്പോൾ മറന്നു പോയ പോലെ മറന്നു പോവും. പക്ഷേ അത് ഓർത്തിരുന്ന് ചെയ്യണം. അപ്പം ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്.